ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. കഴിഞ്ഞ 9 വർഷത്തിനിടെ സംസ്ഥാന സർക്കാർ 277 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടത്തിയതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മെഡിക്കൽ കോളേജിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ജനറൽ ആശുപത്രി 2013 മെഡിക്കൽ കോളേജായി ഉയർത്തിയ ശേഷം അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ കുറവുണ്ടായിരുന്ന ഇവിടെ മികച്ച സൗകര്യങ്ങളാണ് ഇപ്പോൾ ഒരുക്കി വരുന്നതെന്നും ഭാവി പദ്ധതികൾക്ക് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. 2013 ഇത് ഈ ആശുപത്രി ഒരു മെഡിക്കൽ കോളേജായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചത്. 2016 മുതൽ 25 വരെ ഉള്ള ഈ കാലയളവിൽ 277 അതിൽ പരം കോടി രൂപ ഈ 9 വർഷക്കാലം നമ്മളിവിടെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. 2021 ഇവിടെ ഞാൻ ചുമതലയേൽക്കുമ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ, അതായത് 2016 മുതലുള്ള കാലയളവിൽ പ്ലാൻ ഫണ്ടിലൂടെയൊക്കെ അനുവദിച്ച ചില പദ്ധതികൾ, ഹോസ്റ്റലുകളൊക്കെ ഒന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെ സ്ലോ ആയിട്ട് വളരെ പ്രതിസന്ധികളുണ്ടായിരുന്നു. കോൺട്രാക്ടർ അതുപോലെ ഏജൻസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവിടെ വന്നും അല്ലാതെയും തിരുവനന്തപുരത്തും നിരവധിയായിട്ടുള്ള മീറ്റിങ്ങുകൾ എടുത്തു. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ വല്ലാതെ കഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്ക് താമസിക്കാൻ സ്ഥലമില്ലാത്ത സാഹചര്യമുണ്ടായിരുന്നു. നമ്മുടെ അധ്യാപകർ അവർക്ക് താമസിക്കാൻ സ്ഥലമില്ലാത്ത സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അപ്പാടെ ആ നിലയിലുള്ള പ്രതിസന്ധി. കാരണം ഒരു ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് ആകുമ്പോഴുള്ള നമ്മളൊരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത് പോലെയല്ല. ഒരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമ്പോൾ നമ്മളത് പ്ലാൻ ചെയ്യും. അവിടെ അക്കാഡമിക് ബ്ലോക്ക് വേണം, ആദ്യ വർഷം 3 എസെൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ്സ് വേണം, പിന്നീട് ഓരോ വർഷം കഴിയും തോറും ഇങ്ങനെ അതിനകത്ത് ഡിപ്പാർട്ട്മെന്റ്സ് ആഡ് ചെയ്യണം, അതിൽ ലാബ് ഫെസിലിറ്റി ഇങ്ങനെ ആഡ് ചെയ്യണം, ആശുപത്രികൾ ഇങ്ങനെ ആയിരിക്കണം, അതിൽ മറ്റ് സൗകര്യങ്ങൾ ഇങ്ങനെ ആകണം എന്നല്ല. പക്ഷെ ഇതങ്ങനെ ഇല്ല. അതുകൊണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള പ്രതിസന്ധികൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നായി അത് പൂർത്തീകരിച്ചാണ് വാസ്തവത്തിൽ നമ്മൾ മഞ്ചേരിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 103.86 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഗേൾസ് ഹോസ്റ്റൽ, ടീച്ചിംഗ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, ഇന്റേണൽ റോഡ്, 1.1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഇന്റർവെൻഷണൽ റേഡിയോളജി ബ്ലോക്ക്, 2.35 കോടിയുടെ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വൈറൽ റിസർച്ച് ലാബ്, 1.38 കോടിയുടെ 750 kVA ജനറേറ്റർ, 1.2 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ലേബർ റൂം ആൻഡ് കാർഡിയോളജി OP, 5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 128 സ്ലൈഡ് CT സ്കാൻ യൂണിറ്റ് തുടങ്ങിയ പദ്ധതികളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. പരിപാടിയിൽ UA ലത്തീഫ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ VR വിനോദ്, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ KV വിശ്വനാഥൻ, നഗരസഭാ ചെയർപേഴ്സൺ VM സുബൈദ, വൈസ് ചെയർമാൻ VP ഫിറോസ്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KK അനിൽ രാജ്, സൂപ്രണ്ട് ഡോക്ടർ R പ്രഭുദാസ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.